കർക്കിടക 31 അത്തം വന്നെത്തും. അത്തം തൊട്ട് 10 ദിവസം പിന്നെ ഓണക്കാലമാണ്. ഓണക്കാലത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഓണപ്പൂക്കളം. ആ ഓണപ്പൂക്കളത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതോ ചെണ്ടുമല്ലിയും. ഞാനിപ്പോ നിൽക്കുന്നത് ഒറ്റപ്പാലം നഗരസഭയിലെ CDS2 കീർത്തന നിലാവ് കുടുംബശ്രീകൾ ഒരുക്കിയിട്ടുള്ള ചെണ്ടുമല്ലി കൃഷിത്തോട്ടത്തിലാണ്. നമുക്കിതിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഈ 2 ഏക്കറിലെ ചെണ്ടുമല്ലി കൃഷി വിജയമാക്കിയ 4 സ്ത്രീകളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. നമുക്ക് അവരോട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. ഇങ്ങനൊരു ആശയം ആദ്യം വന്നത് എങ്ങനെ ഒരു ചെണ്ടുമല്ലി കൃഷി തുടങ്ങാം, ഇതിലേക്ക് എത്തിയത്, അതിനെക്കുറിച്ച്? ഒരു 2 വർഷം മുന്നേ അമ്പലപ്പാറ പഞ്ചായത്തിൽ ഇതുപോലെ ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ന്യൂസിലും പത്രത്തിലൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഞാനത് പോയി കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമുക്കിങ്ങനെ ചെയ്താലോ എന്ന്. അവിടെ നിന്നാണ് ഈ ഐഡിയ വന്നത്. അപ്പോൾ അത് വന്നിട്ട് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ രീതിയിൽ തുടങ്ങണം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. അപ്പോൾ കൗൺസിലർ പറഞ്ഞു നമുക്കത് ചെറിയ രീതിയിൽ വേണം, നമുക്കത് നന്നായിട്ട് ചെയ്യാം, കുറച്ചും കൂടി കൂടുതൽ സ്ഥലത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വാർഡ് കൗൺസിലറാണ് ഇതിന് വേണ്ട ഈ സ്ഥലമൊക്കെ ശരിയാക്കി തന്നത്. അപ്പോൾ നമ്മളെ കൂടെ കുറച്ച് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാം, കുറേ ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ കൂടെ വേണമല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇനി ആർക്കൊക്കെ കൂടാൻ താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേരാണ് അതിന് മുന്നോട്ട്. ഒറ്റപ്പാലം നഗരസഭയിലെ 26-ാം വാർഡിൽ ഉൾപ്പെടുന്ന 2 കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നായിട്ടുള്ള 4 വനിതാ അംഗങ്ങൾ ചേർന്ന് നടത്തുന്ന ഈ ഒറ്റപ്പാലം നഗരസഭയ്ക്ക് തന്നെ വലിയ അഭിമാനമായിട്ടുള്ള ഒരു ഓണത്തോടനുബന്ധിച്ച് ഓണം വിപണി പ്രതീക്ഷിച്ച് ഇറക്കിയിട്ടുള്ള പൂക്കൃഷി നാളെ വിളവെടുപ്പ് നടത്തുകയാണ്. ഈ 4 അംഗങ്ങൾ ഷെരീഫയും സരിതയും ഫീദ ഉൾപ്പെടെയുള്ള 4 പേരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മളിവിടെ കാണുന്നത്. മീറ്റ്ന 25-ാം വാർഡിലെ പാടശേഖര സമിതിയുടെ പ്രദേശത്ത് നടത്തുന്ന ഈ കൃഷി എന്നെ സംബന്ധിച്ചോളം ഈ വാർഡിൻ്റെ കൗൺസിലർ എന്ന നിലയിൽ ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. കാരണം ഒട്ടനവധി ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ ഫോട്ടോഷൂട്ടിനും മറ്റും വന്ന് പോയിക്കൊണ്ടിരിക്കുക. വലിയ പിന്തുണയാണ് ഞങ്ങൾ നഗരസഭാ കൗൺസിലർമാരും നഗരസഭയും ഒക്കെ ഇവർക്ക് നൽകി വന്നിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു പദ്ധതി ഒരു 4 സ്ത്രീകൾ മുന്നിട്ടിറങ്ങി നടപ്പിലാക്കുമ്പോൾ ഒരുപാട് സഹായങ്ങൾ മറ്റ് ഗവൺമെൻറ്റിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് വിവിധ വകുപ്പുകളിൽ നിന്നും ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അവർ ബാങ്കിൽ നിന്നും ലോൺ എടുത്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതി ഈ അവസ്ഥയിൽ കൂടെ എത്തിച്ചിട്ടുള്ളത്. രണ്ട് വർഷത്തേക്ക് സൗജന്യമായി അവർക്ക് കൊടുക്കാം, അവർക്ക് വരുമാനം കിട്ടുന്നവരേക്ക് അവരതിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആണ് തുടക്കം കുറിച്ചത്. എന്തായാലും അവർ വിവിധ കുടുംബശ്രീ അംഗങ്ങളെ എല്ലാവരോടും ചോദിച്ചപ്പോഴും കൂടുതൽ ആളുകൾ അതിന് മുന്നോട്ട് വന്നില്ല. എന്താണെന്ന് അറിയില്ല, പല ആളുകളും ഭയപ്പെട്ടു നിന്നു. എന്നാൽ അവർ ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. അതിൻ്റെ ഒരു അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ്. കാരണം ഞാൻ ജൂൺ 11 നമ്മൾ ചെടിനടിയിൽ തുടങ്ങിയത്. ഇന്നേക്ക് 2 മാസം, ഇന്നലേക്ക് 2 മാസം കഴിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരേക്ക് വെയിലോ മഴയോ നോക്കാതെ രാവിലെ മുതൽ വൈകിട്ട് വരയ്ക്കും ഇവർ 4 പേരും വിവിധ സമയങ്ങളിലായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. എപ്പോൾ വന്ന് നോക്കിയാലും ഞങ്ങൾ എപ്പോഴും ഇറങ്ങാറില്ല. ഞാനും ജയരാജൊക്കെ പല സമയങ്ങളിലും ബൈക്കിലൊക്കെ വന്നിട്ട് മേലെ നിന്ന് നോക്കിയിട്ട് പോകും. പക്ഷേ പൂർണ്ണ സമയവും ഇവർ ഇവിടെ തന്നെയാണ്. മഴ മാത്രം നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെങ്കിലും ഒരു 60% നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ കഴിഞ്ഞു. അത് അവരുടെ അധ്വാനത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലം തന്നെയാണ് ഈ കാണുന്നത്. ഈ ഓണവിപണി നമുക്ക് ഇവിടെ നിന്ന് തന്നെ പൂവ് കൊടുക്കാൻ കഴിയും. ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ഏത് മഴയത്തും ഏത് വെയിലത്തും എന്താവശ്യത്തിനും വിളിച്ചാൽ ഓടി വന്നിട്ട് എല്ലാം ചെയ്തു തരാൻ ഷമീർ ഖാൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനാണ്. ആളെപ്പോഴും ഉണ്ടാവും കൂടെ. പിന്നെ സന്തോഷേട്ടൻ ഇയാളുടെ ഭർത്താവാണ്. മഴ സമയത്ത് ഞങ്ങൾ വല്ലാതെ വിഷമിച്ചു. കുറേ ദിവസം അടുപ്പിച്ച് മഴയായപ്പോൾ ഞങ്ങൾക്ക് രാത്രി ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. ഞങ്ങൾ നേരം വെളുക്കണേന് മുമ്പ് 6 മണിക്കൊക്കെ ഇവിടെ എത്തിയ സൈറ്റില് നോക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. നല്ല ഞങ്ങളുടെ വെള്ളം തൈകൾ നശിച്ചു പോയി.
9,300 തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് തൈകൾ നശിച്ചുപോയി. 1500 വാടാമല്ലി മൊത്തം പോയി. പിന്നെ ഒരു 1000-ഓളം ചെണ്ടുമല്ലിയും പോയിട്ടുണ്ട്. ബാക്കിയുള്ളതാണ്. എന്നാലും ഇത് വിജയമായി. പിന്നെ സക്സസ്. അപ്പൊ ഇനിയും കൂടുതൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ ഈ ഓണക്കാലം ഇവർക്ക് ഇതുപോലെ നല്ല ഒരു അനുഭവമായ പോലെ എല്ലാവർക്കും നല്ലൊരു ഓണക്കാലം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്ത്രീകളുടെ സ്വയം പര്യാപ്തത വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് കാണിച്ചു തരികയാണ് ഒറ്റപ്പാലം നഗരസഭയിലെ 26-ാം വാർഡിലെ നിലാവ് കീർത്തന കുടുംബശ്രീകളിലെ വനിതകൾ. ഓണക്കാലത്തെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.